ഇന്ന് അവധി ദിവസമായതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഇത്തിരി കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കൊഞ്ച്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഒരു 3 മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്. ഇത്രയാണ് ഞാൻ ഇതിനായിട്ട് വെച്ചിരിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാട്ടോ വേണ്ടതിന്. വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാ കൊഞ്ചും ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. കൊഞ്ച് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒത്തിരി ഇട്ട് ഇളക്കുവാണെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. നന്നായിട്ടത് വെന്തതിന് ശേഷം തിരിച്ച് ഇട്ട് കൊടുത്ത് നിറച്ചും തിരിച്ചിട്ട് കൊടുത്ത് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കൊഞ്ച് താൻ്റെ നന്നായിട്ട് ഫ്രൈ ആയേ, അത് ഇതിൽ തന്നെ കിടക്കട്ടെ. തീ ഓഫ് ചെയ്ത് ഇപ്പുറത്ത് ഞാൻ വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അടുപ്പത്തേക്കാണ്. എന്താണെന്നറിയാം, വീഡിയോ പിടിച്ചു തരാൻ മോനില്ല. മോന് ഓട്ടിടാൻ പോയിരിക്കുക. അന്നേരം ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. വീണ്ടും വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്, തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂണാണ് മല്ലിപ്പൊടി, കാശ്മീർ ചില്ലി പൗഡറാണ്, ഗരം മസാല 1/4. ഇത് നന്നായിട്ട് ഈ പച്ച മണം മാറട്ടെ. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ലേശം ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് വെന്ത് വരും. എല്ലാം കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളെല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഫ്രൈ ഈ അരപ്പിലേക്ക് ചേർക്കുക.
ബിരിയാണിക്കുള്ള മസാല നമ്മളിവിടെ തയ്യാറാക്കും. നെയ്ച്ചോറിനായിട്ട് ഞാൻ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചേക്കുക. കുക്കറിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചേക്കുക. നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഈ സവാള ഒന്ന് വറുത്ത് കോരണം, മുന്തിരി ഒന്ന് വറുത്ത് കോരണം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുകയാണ്. ഇത് ഞാൻ അണ്ടിപ്പരിപ്പിടാണ്. എൻ്റെ മോൻ ഓട്ടൊക്കെ ഇടാൻ പോയിട്ടൊക്കെ വന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ കഞ്ഞിയോട്ടാണ്. ഈ സവാള വറുത്ത് കോരയാണ്. ഊറ്റി വരാനായിട്ട് സവാള തിളച്ച് വരുന്നതേ ഉള്ളൂ. കണ്ടോ? എന്നിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി എളുപ്പത്തിലാവും. വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് പിന്നെ അതിലേക്ക് പട്ട, ഏലക്ക. എൻ്റെ ഗ്രാമ്പു ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ലേശം നെയ്യും കൂടെ ഒഴിക്കുകയാണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി ചേർക്കുകയാണ്. കുതിർത്ത് വെച്ച അരിയാണേ, ബിരിയാണി അരിയാണേ. ഇനി അടുത്ത് ചോറ് വെന്തതിന് ശേഷം കാണിക്കും. കൊഞ്ചിൻ്റെ അരപ്പാണ്. വീണ്ടും ഉള്ളി വറുത്തത്, മുന്തിരി, കൊഞ്ചിൻ്റെ ഗ്രേവി.